കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ വെള്ളാനയും കൊള്ളസംഘവും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണെന്നത് ഇന്ന് ഏതൊരു മലയാളിക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. സംസ്ഥാനത്ത് എന്തൊരു പ്രശ്നം വന്നാലും അതിൽ രണ്ട് പക്ഷം പറയുന്ന ആളുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അതിൽ പലരും അനുഭവിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഷോക്കടിപ്പിക്കാത്ത 1% ആളുകൾ പോലും കേരളത്തിലുണ്ടാകില്ല. ഇലക്ട്രിസിറ്റി ബോർഡിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടെങ്കിൽ അത് KSEBയുടെ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും. കൂടാതെ പതിവ് പോലെ ഉണക്കമീൻ പരത്തുന്ന സുഗന്ധം വേറെ വഴിയില്ലാതെ ആസ്വദിക്കുന്നതായി അഭിനയിക്കുന്ന കുറച്ച് ഇടതുപക്ഷ വിഡ്ഢികളും അതിൽ ഉണ്ടായേക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ യൂണിറ്റ് നിരക്ക് നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ കുറവാണ് കേരളത്തിൽ എന്നൊക്കെയാണ് ബോർഡിൻ്റെ പണം വാങ്ങി ജീവിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും അവകാശവാദം. ഞാൻ ഈ യൂണിറ്റ് നിരക്കിലെ കളികളെക്കുറിച്ച് ഒന്നുകൂടി വളരെ വ്യക്തമായി പറഞ്ഞു തരാം. നമ്മൾ മാസം ഉപയോഗിക്കുന്നതനുസരിച്ചാണല്ലോ KSEB താരിഫ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ജനങ്ങൾക്കും ബോർഡിനും സർക്കാരിനും സംശയമില്ലല്ലോ. അതായത് KSEBയുടെ ഈ ചാർട്ട് പ്രകാരം ഒരു മാസം 50 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണ പാവപ്പെട്ട കുടുംബം ഒരു യൂണിറ്റിന് ₹3.25 നിരക്കിൽ KSEB ഒരു മാസം ഈടാക്കേണ്ട ബില്ല് ₹162.50. പക്ഷേ അവർ അത് ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അനേകം ഉപവിഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ തുകയിലെത്തും. ₹196. 2 മാസത്തിൽ അത് ബില്ല് ചെയ്യുമ്പോൾ ₹393 ആവും. സർചാർജ്, വാടക, ഫിക്സഡ് ചാർജ്, ഡ്യൂട്ടി, എന്തൊക്കെയോ നമുക്ക് മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ ബില്ലിൽ കൂട്ടിച്ചേർത്താണ് ഇവരിങ്ങനെ ഈടാക്കുന്നത്. വെറും 50 യൂണിറ്റ് മാസം ഉപയോഗിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ശരിക്കും KSEB ഈടാക്കുന്നത് യൂണിറ്റിന് ₹393. 100 യൂണിറ്റ് കൊണ്ട് ഹരിച്ചാൽ ₹3.93. പിന്നെ എന്തിനാണ് വെറും ₹3.25 മാത്രമാണ് 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്നതെന്ന് നുണ പറയുന്നത്? ഇനി ഇതേ രീതിയിൽ തന്നെ മാസം 101നും 150നും ഇടയിൽ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ബില്ല് കൂടി നമുക്ക് നോക്കാം. പ്രതിമാസ ഉപയോഗം 120 യൂണിറ്റ് എന്ന് കണക്ക് കൂട്ടിയാൽ KSEB തന്നെ പറയുന്ന ടെലിസ്കോപ്പിക് താരിഫ് പ്രകാരം യഥാർത്ഥത്തിൽ നമുക്ക് വരേണ്ട ബില്ല് ആദ്യത്തെ 50 യൂണിറ്റിന് ₹3.25 പ്രകാരം ₹162.50. പിന്നീടുള്ള 50 യൂണിറ്റിന് ₹4.05 പ്രകാരം ₹202.50. പിന്നീടുള്ള 20 യൂണിറ്റിന് ₹5.10 പ്രകാരം ₹102. അങ്ങനെ ₹467. പക്ഷേ KSEB അവരുടെ ഹിഡൻ ചാർജുകൾ കൂടി നമ്മുടെ ബില്ലിൽ ഉൾപ്പെടുത്തി 2 മാസം ചേർത്ത് 240 യൂണിറ്റാക്കി നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് ₹1109. ഇനി പ്രതിമാസ ഉപയോഗം ഒരു കുടുംബത്തിൻ്റേത് 160 യൂണിറ്റാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന താരിഫ് പ്രകാരം നമുക്ക് വരേണ്ട ബില്ല് 2 മാസത്തേക്ക് ₹1379. ഇത് KSEBയുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റിലുള്ള കാൽക്കുലേറ്റർ പ്രകാരം കണക്കൂട്ടിയ ബില്ലാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നതോ ₹1832 ബില്ലാണ്. ഇനി പ്രതിമാസ ഉപയോഗം 250 കടന്നാൽ പോലും യൂണിറ്റിന് ₹6.40 ഉള്ളൂ എന്നാണ് KSEB പറയുന്നത്. നോക്കാം. മാസം 260 യൂണിറ്റ് ഉപയോഗിച്ചാൽ KSEB കാൽക്കുലേറ്റർ പ്രകാരം വരേണ്ട ബില്ല് ₹3328. പക്ഷേ വരുന്നതോ ₹4074. ഇനി നമുക്ക് ഇതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരൻ്റെ വൈദ്യുതി ബില്ല് നോക്കാം. പ്രതിമാസം 50 യൂണിറ്റ് വെച്ച് 2 മാസത്തെ ബില്ല് ₹480 വരും. പക്ഷേ 100 യൂണിറ്റ് വരെ തമിഴ്നാട്ടിൽ ഫ്രീ ആണ്. അതുകൊണ്ട് ₹1 പോലും ഉപഭോക്താവ് അടയ്ക്കേണ്ട. പ്രതിമാസം 120 യൂണിറ്റ് കണക്കിൽ 2 മാസം ഉപയോഗിച്ചാൽ 0 മുതൽ 100 വരെ സൗജന്യം. 100 മുതൽ 200 വരെ ₹2.35 കണക്കിൽ ₹235. 200 മുതൽ 240 വരെ ₹4.70 കണക്കിൽ ₹188. മൊത്തം ₹423. വേറെ ഹിഡൻ ചാർജുകളോ തട്ടിപ്പുകളോ ഒന്നുമില്ല. കേരളത്തിലെ ഒരു മലയാളി ഇതേ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അടയ്ക്കേണ്ടത് ₹1109. പ്രതിമാസം 160 കണക്കിൽ 2 മാസം 320 യൂണിറ്റ് ഉപയോഗിച്ചാലും 0 മുതൽ 100 വരെ സൗജന്യം തന്നെയാണ്. 100 മുതൽ 200 വരെ ₹2.35 നിരക്കിൽ ₹235. 200 മുതൽ 320 വരെ ₹4.7 കണക്കിൽ ₹564. മൊത്തം തമിഴ്നാട്ടിലാകുന്നത് ₹799. കേരളത്തിൽ ഇതേ 320 യൂണിറ്റിന് ₹1832 അടയ്ക്കണം. പ്രതിമാസം 260 യൂണിറ്റ് വെച്ച് 520 യൂണിറ്റ് 2 മാസത്തിൽ ബില്ല് വന്നാലും തമിഴ്നാട്ടിൽ 0 മുതൽ 100 വരെയുള്ളത് സൗജന്യം തന്നെയാണ്. 100 മുതൽ 200 വരെ അതേ ₹2.35 കണക്കിൽ ₹235. 200 മുതൽ 400 വരെ ₹4.70 കണക്കിൽ ₹1410. 400 യൂണിറ്റിന് മുകളിൽ 500 യൂണിറ്റ് വരെ ₹6.30 വെച്ച് ₹630. 500ന് മുകളിൽ യൂണിറ്റിന് ₹8.40 നൽകണം. അങ്ങനെ ₹168. മൊത്തം 520 യൂണിറ്റ് 2 മാസം ഉപയോഗിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരൻ്റെ വീട്ടിൽ വരുന്ന ബില്ല് ₹2208 മാത്രം. കേരളത്തിൽ ഇതേ 520 യൂണിറ്റിന് ₹4074 അടയ്ക്കണം. വളരെ കുറഞ്ഞ തുകയാണെങ്കിലും കേരളത്തിൽ നിന്ന് പണം കൊടുത്തു വാങ്ങുന്ന വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ കേരളത്തിലെ KSEBയുടെ ബില്ല് കണ്ടാൽ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണ മണൽത്തരിയിൽ നിന്നാണ് കേരളത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്നാണ് തോന്നുക. ഇനി തമിഴ്നാട് വേണ്ട,
വർഗീയ ഗുജറാത്തിലെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാൽക്കുലേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ BPL ഗ്രാമീണ നഗരമേഖലയ്ക്ക് വെവ്വേറെ ബില്ലുകളാണ്. അവിടുത്തെ നഗരത്തിൽ പോലും മാസം 260 യൂണിറ്റ് ഉപയോഗിച്ചാൽ വരുന്ന ബില്ല് ഒരു മാസം 1047 രൂപയാണ്. 2 മാസത്തിൽ 2090 രൂപ. കേരളത്തിൽ അത് ഗ്രാമീണ മേഖലയാണെങ്കിൽ പോലും BPL കുടുംബമാണെങ്കിൽ പോലും 4074 രൂപയാണ്. ഗുജറാത്തിലെ ഗ്രാമീണ മേഖലയിൽ മാസം 260 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് പോലും വരുന്ന ബില്ല് വെറും 944 രൂപയാണ്. ഇനി ഇത്രത്തോളം മലയാളികളെ പിഴിഞ്ഞ് ജീവിക്കുന്ന KSEBിയുടെ വാർഷിക ബജറ്റ് കൂടി മലയാളി വ്യക്തമായി മനസ്സിലാക്കണം. ഏതാണ്ട് 17,000 കോടി രൂപ വാർഷിക വരുമാനമുള്ള KSEB അതിൽ 8,000 കോടി രൂപയും ചെലവഴിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുണ്ടാക്കുന്ന വൈദ്യുതി വില കൊടുത്തു വാങ്ങാൻ മാത്രമാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരു വർഷം 4 കോടി രൂപ പോലും ചിലവാക്കാത്ത KSEB മെയിൻ്റനൻസിന് വേണ്ടി ചിലവാക്കുന്നത് 300 കോടി രൂപയാണെന്ന് പോലും. കഴിഞ്ഞില്ല, മേലെ മുതൽ താഴെ വരെയുള്ള ശമ്പളം, പെൻഷൻ, ചായകുടി, മീറ്റിംഗ്, പേപ്പർ, പേന, ബുക്ക്, ഫർണിച്ചർ തുടങ്ങി ഈ KSEBിയിലെ ഉദ്യോഗസ്ഥരെന്ന വെള്ളാനകളെ തീറ്റിപ്പോറ്റാൻ ഓരോ വർഷവും KSEB ചിലവാക്കുന്നത് 7,500 കോടി രൂപയാണ്. എങ്ങനെയുണ്ട്? അതായത് ജനങ്ങളെ പിഴിഞ്ഞ് വാങ്ങുന്ന പണത്തിൻ്റെ പകുതി എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്ത് ബില്ലടിച്ച് നൽകുക മാത്രം ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളത്തിനും ചെലവിനും ബാക്കി പകുതി ചിലവാക്കുന്ന വെള്ളാനയാണ് ഈ ബോർഡ്. എന്നിട്ടും വർഷം തോറും 1000 കോടി രൂപയിലധികം നഷ്ടത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കടവും മറ്റ് ലോണുകളും കൂട്ടിയിട്ടില്ല കേട്ടോ. അതും കൂടി കൂട്ടുമ്പോൾ 60,000 കോടി രൂപയാണ് KSEBിയുടെ മൊത്ത കടം. ഓരോ വർഷവും 1000-ലധികം കോടി ഈ കടത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പോലെ നദികളും മലകളുമുള്ള കേരളത്തിൽ ഫ്രീ ആയി കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തമിഴ്നാട് വാങ്ങുന്നതിൻ്റെ 4 ഇരട്ടി തുക നമ്മൾ മലയാളികളിൽ നിന്ന് ഈടാക്കിയിട്ടും കേരളത്തിലെ ഈ ബോർഡ് നഷ്ടത്തിലാണെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിന് പുതുതായി എത്ര പ്രോജക്റ്റുകൾ പൂർത്തിയാക്കി വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ കൈമലർത്തുകയാവും ഈ KSEBിയും കേരള സർക്കാരും ചെയ്യുന്നത്. 2014 ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന മോദി സർക്കാരിൻ്റെ ദിശാബോധമുള്ള ചില പദ്ധതികൾ കാരണവും പണം നൽകിയത് കാരണവുമാണ് ഇത്തിരിയെങ്കിലും തല ഉയർത്തി നിൽക്കാൻ കേരള സർക്കാരിനും KSEBിക്കും കഴിയുന്നത് എന്നതാണ് വസ്തുത. മുൻപ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ഉൽപ്പാദനം ഉയർത്താൻ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിനും ട്രാൻസ്മിഷൻ ലൈനുകൾ സ്ഥാപിക്കുന്നതിനും കേബിളുകൾ ഇടുന്നതിനുമായി കേന്ദ്രം കേരളത്തിന് നൽകിയത് IPDS, RAPDRP എന്നീ പദ്ധതികൾ പ്രകാരം 1942 കോടി 36 ലക്ഷം രൂപയാണ്. കൂടാതെ എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിക്കുന്നതിനായി ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ ജ്യോതി യോജന, സൗഭാഗ്യ യോജന എന്നീ 2 പദ്ധതി പ്രകാരം കേരളത്തിന് കേന്ദ്രം നൽകിയത് 603 കോടി രൂപയും. ഇതൊക്കെ KSEBിയുടെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ കിട്ടി ബോധിച്ചായി പറയുന്ന തുകയാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയല്ല. ഇത് കൂടാതെയാണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള ഉജാല പദ്ധതിയുടെ ഭാഗമായി നമുക്ക് KSEBിയിൽ നിന്ന് ലഭിച്ചിരുന്ന കുറഞ്ഞ വിലയ്ക്കുള്ള LED ബൾബുകൾ. അതും കേന്ദ്രം നൽകിയാണ്. പക്ഷേ കേരളം അതിനെ ഫിലമെൻ്റ് രഹിതം എന്നൊക്കെ പേരിട്ട് വിളിക്കും. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന സോളാർ പദ്ധതി പ്രകാരം മാസം 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ബില്ല് വരാത്ത വിധം സോളാർ സ്ഥാപിക്കാൻ കേന്ദ്രം ഓരോ വീടിനും 80,000-ലധികം രൂപ സബ്സിഡി നൽകുന്നു. അതിന് ഏത് രീതിയിലാണ് കേരളവും KSEBിയും വഴിതിരിച്ചുവിടാൻ പോകുന്നതെന്നറിയില്ല. കാരണം സ്മാർട്ട് മീറ്റർ എന്ന പ്രീപെയ്ഡ് മീറ്റർ സ്ഥാപിക്കാൻ കേന്ദ്രം കൊടുത്ത സബ്സിഡി തുക പോലും വേണ്ടെന്ന് വെച്ച് കമ്മീഷൻ മൊത്തമായി അടിച്ചു മാറ്റാൻ കേരളം നേരിട്ട് ആ പദ്ധതി ചെയ്യുകയാണ്. ബലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുമായിരുന്ന 1,226 കോടി രൂപയും ആദ്യ 5 വർഷത്തെ ഈ പ്രീപെയ്ഡ് മീറ്ററിൻ്റെ സൗജന്യ മെയിൻ്റനൻസ് കരാറും വേണ്ടെന്ന് വെച്ച് അതിൻ്റെ ചെലവ് കൂടി പാവപ്പെട്ട മലയാളികളായ KSEBിയുടെ ഉപഭോക്താക്കളുടെ മേൽ കെട്ടിവെച്ച് ഊറ്റിത്തിന്നാനാണ് ഈ വെള്ളാനകളും കേരള സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യാൻ പോയിട്ട് ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം മദ്യത്തിനും മയക്കുമരുന്നിനും പാർട്ടികൾക്കും പാർട്ടി നേതാക്കൾക്കും അടിമകളായി പോയ മലയാളിയോട് എന്തു പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ്? തീർച്ചയായും മലയാളികൾ ഒന്നിച്ചു നിന്ന് ഇതൊക്കെ ചോദ്യം ചെയ്താൽ അവർക്ക് ജനങ്ങളെ ഭയന്ന് ഇതൊക്കെ തിരുത്തേണ്ടി വരും എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ മലയാളികൾ ഒന്നിച്ചു നിൽക്കാതിരിക്കാൻ പലതരത്തിൽ ജാതി, മത, രാഷ്ട്രീയ, വർഗീയ മാർഗങ്ങൾ ഉപയോഗിച്ച് മലയാളിയെ തമ്മിൽ തല്ലിക്കുന്നതിലും കേരളം ഭരിക്കുന്നവർ എല്ലാ കാലത്തും വിജയിച്ചു നിൽക്കുന്നു. ഇനി KSEBിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി മലയാളി ചെറുതായെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇതേ KSEBിക്ക് വേണ്ടി വർഷാവർഷം ഓഡിറ്റ് നടത്തുന്ന പല ഏജൻസികളുമുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് KSEB ഉണ്ടെന്ന് പറയുന്ന പ്രോപ്പർട്ടികളോ അസറ്റുകളോ ഒന്നും അവർ നേരിട്ട് കണ്ട് വെരിഫൈ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഇത്ര നഷ്ടം മാത്രമേ KSEBിക്കുള്ളൂ എന്നുപോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കേരളം ഭരിക്കുന്നവർ പറയുന്നത് KSEB തരുന്ന പണം വാങ്ങി ഓഡിറ്റർമാർ ഇണ്ണാറ വരച്ച് ഒപ്പിട്ട് തന്നാൽ മതി, നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട എന്നാണ്. നാളെ ഒരു കാലത്ത് കേന്ദ്രത്തിൻ്റെ CAGയുടെ പിടിയിൽ വീണാൽ രക്ഷപ്പെടാനുള്ള പോയിന്റുകൾ ഓഡിറ്റർമാർ എഴുതി വെച്ചിട്ട് കിട്ടുന്ന പണവും വാങ്ങി രക്ഷപ്പെടുകയാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്. ഇത് വല്ലതും മലയാളികൾ അറിയുന്നുണ്ടോ? നമ്മളെ കബളിപ്പിക്കുന്ന ഈ KSEBിക്കും സർക്കാരിനുമെതിരെ ഒരുമിച്ച് മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് ഇവരെ തിരുത്താൻ കഴിയുന്നതേയുള്ളൂ. പക്ഷേ അതിനാദ്യം മലയാളികളെ തമ്മിൽ തല്ലിക്കാനായി ജാതിയും മതവും രാഷ്ട്രീയവും പറയുന്ന ഈ ഭരണകർത്താക്കളെയും ഈ പാർട്ടിക്കാരെയും തിരിച്ചറിയണം.
വൈദ്യുതി ബില്ലിൽ ACD അഥവാ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു തുക ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ACD എന്ന് പരിശോധിക്കാം. 5-6 വകുപ്പുകൾ അനുസരിച്ച് വൈദ്യുതി വിതരണ യൂട്ടിലിറ്റി എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് കണക്കാക്കുന്നതിനായി എല്ലാ സാമ്പത്തിക വർഷവും ആദ്യ ക്വാർട്ടറിൽ തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷത്തെ ശരാശരി വൈദ്യുത ഉപയോഗം കണ്ടെത്തുന്നു. ഇങ്ങനെ ലഭിച്ച ശരാശരി ഉപയോഗത്തിന് നിലവിലെ താരിഫിൽ പ്രതിമാസ ബിൽ തുക കണക്കാക്കുന്നു. 2 മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് 3 മാസത്തെ ശരാശരി ഉപയോഗത്തിന് തുല്യമായ ബിൽ തുകയും, എല്ലാ മാസവും ബിൽ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് 2 മാസത്തെ ശരാശരി ഉപയോഗത്തിന് തുല്യമായ ബിൽ തുകയുമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിക്കേണ്ടത്. ഉപഭോക്താവിന്റെ നിലവിലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇങ്ങനെ കണക്കാക്കുന്ന തുകയേക്കാൾ കുറവാണെങ്കിൽ കുറവുള്ള തുക ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തി സ്വീകരിക്കും. ഇതാണ് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അഥവാ ACD. ഇത് പാവപ്പെട്ട എല്ലാ മലയാളികളുടെയും പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ പ്രതികരിച്ചാൽ തീർച്ചയായും ഇതിൽ നിന്ന് നീതി വാങ്ങിയെടുക്കാൻ നമുക്ക് കഴിയും. ഇന്ന് ഈ രാജ്യത്ത് ഏതൊരു സംസ്ഥാനം നോക്കിയാലും ഏറ്റവും കൂടുതൽ വൈദ്യുതിക്ക് പണം നൽകുന്നത് മലയാളിയാണ്. അത് അറിയാതെയാണ് നമ്മൾ നമ്പർ 1 എന്ന് നീട്ടി വിളിച്ച് ഏമ്പക്കവും വിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നത്.